നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ തംബ്നെയിലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം റസ്മിൻ ഭായിനെ കുറിച്ചാണ്. റസ്മിൻ ഭായ് ഇനീഷ്യലി വന്ന സമയത്ത് കോമണർ കാറ്റഗറിയിൽ വന്നൊരു വ്യക്തി, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടും പിന്നെ അതിന് ചില പ്രവൃത്തികൾ കാരണം കുറച്ച് വിമർശിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയ പ്രകാരം നമ്മളെല്ലാവരും അറിഞ്ഞ പ്രകാരം റസ്മിൻ പനി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി റസ്മിൻ എന്നൊരു ഇൻഫർമേഷൻ കണ്ടു. പക്ഷേ അതിനെക്കുറിച്ചോ ഈ റസ്മിൻ എന്തായി എന്നുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഹൗസിനുള്ളിൽ മറ്റുള്ളവരൊന്നും ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. അതെന്തോ ഈ സീസണിൻ്റെ പ്രത്യേകതയായിരുന്നു. കാരണം വെച്ചാൽ ഈ സീസണിൽ ഇതുപോലെ എന്തെങ്കിലും അസുഖം വന്നിട്ട് ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എസ്പെഷ്യലി സിജോൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ആരും അങ്ങനെ അന്വേഷിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടില്ല. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം പിന്നെ തിങ്കൾ പോകുന്ന സമയത്ത് ഡിംബൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, പിന്നെ ലച്ചു പോകുന്ന സമയത്താണെങ്കിലും, പിന്നെ മാരാര് പോകുമ്പോൾ ശോഭ നേരെ തിരിച്ചിട്ട് പറഞ്ഞെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും ചിന്തിച്ചിരുന്നൊരു സംഗതി വെച്ചാൽ ഒരാൾ അസുഖമായിട്ട് പുറത്തു പോയൊരു സമയത്ത് പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കണ്ടു. ഒന്നുമില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന സമയത്തെങ്കിലും രാത്രി ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കില്ലല്ലോ. പക്ഷേ ഇപ്രാവശ്യം സീസണിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ്, സിജോ പോയതിനു ശേഷം ഡിസ്കസ് ചെയ്തില്ല. റസ്മിൻ പോയതിനു ശേഷം വളരെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ, ഇപ്പോൾ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും നോറ, ഗബ്രി, ഇവരൊന്നും ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷനോ കാര്യങ്ങളോ ഞാൻ കണ്ടില്ല. നിങ്ങളാരെങ്കിലും ലൈവിൽ കണ്ടുവെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 വന്ന കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ എന്തൊക്കെയോ നിഗൂഢത ഫീൽ ചെയ്യുക. ബിഗ് ബോസിൽ വന്ന കണ്ടസ്റ്റൻസ് ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ഇതിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഇതിന് തിരിച്ചു വരില്ല, ഇനി റസ്മിൻ തിരിച്ചു വരില്ല എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് ഇവിടെ പടരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇന്ന് ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നൊരു ന്യൂസാണ്. റസ്മിൻ ഇനി തിരിച്ചു വരില്ല. റസ്മിൻ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് റസ്മിൻ അതിനുള്ള കാര്യമായിട്ട് ചർച്ചാ വിഷയമായിട്ടുള്ളത്. ഒന്ന്, റസ്മിൻ പുറത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ളിൽ ഡിസ്കസ് ചെയ്തു. പുറത്തു തന്നെ ഓൾറെഡി വരുന്നതിന് മുന്നേ തന്നെ ഒരു ടീം സെറ്റാക്കി തിരിച്ച് അതിനുള്ളിൽ കയറി. അതായത് നോറ, ഗബ്രി, ജാസ്മിൻ, ജിൻഡോ, ഇവരുമായിട്ട് അർജുനും കൂടെ അതിലുണ്ടെന്ന് പറയുന്നുണ്ട്, അറിയില്ല. ഇത്രയധികം ആൾക്കാരെ ഒരു ഗ്രൂപ്പ് ചേർത്തിട്ട് അവർ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിനുള്ളിൽ കയറി പറഞ്ഞ് ഗെയിം കളിച്ചു എന്നൊരു അലിഗേഷൻ നമ്മളെല്ലാവരും കേട്ടതാണ്. ഓക്കെ, രണ്ടാമത്തത്, കോമണർ കാറ്റഗറിയിൽ വന്നിട്ടുള്ളൊരു വ്യക്തി നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, പ്ലസ് യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞു കേട്ടോ, അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ 5-10 വീഡിയോസ് ഇട്ടു, ആൾ കോമണർ അല്ലാതിരിക്കുന്നില്ല. അപ്പോൾ എത്രയോ കോമണേഴ്സിനൊക്കെ ചാനൽസും കാര്യങ്ങളുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാത്ത രീതിയിൽ സിറ്റുവേഷനിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു കാര്യമായിരുന്നു കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എല്ലാവരും ഡിസ്കസ് ചെയ്തത്, അവരൊരു ലെസ്ബിയൻ ആണെന്നുള്ള കാര്യം. അത് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആ ഒരു ശ്രീധുവിനോട് പോയി ക്രഷ് പറയുന്ന സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ വെറുതെ എനിക്ക് ക്രഷ് എന്ന് മാത്രം പറയല്ല, അത് പറയുന്ന സിറ്റുവേഷൻ, ഇത് കഴിഞ്ഞതിന് ശേഷം ഹഗ് ചെയ്യുന്നതുകൊണ്ട് നീ ഒരു പ്രശ്നം വരുത്തരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ ഒരു സീരീസ് ഓഫ് ഇഷ്യൂസ് അതിനുള്ളിലുണ്ടായി. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അൺഫോർച്ചുനേറ്റ്ലി അതിന് പനി വന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു കേട്ടുള്ളത്. അസുഖമായി, പനി വന്നു, പിന്നീട് അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ അതാ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്, റസ്മിൻ ഇനി തിരിച്ചു വരില്ല എന്നുള്ളത്. ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലെ സ്റ്റോറിയിൽ നിന്ന് കണ്ടതാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ബിഗ് ബോസ് ടീമിന് ഇവർ കൊടുത്ത വിവരങ്ങൾ തെറ്റായിരുന്നു എന്ന് സെലക്ഷൻ ടീം ബിഗ് ബോസിന് വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നു. തെറ്റായിട്ടുള്ളൊരു വിവരം ബിഗ് ബോസ് സെലക്ഷൻ ടീമിന് കൊടുത്തതിന് ശേഷമാണ് റസ്മിൻ ഇതിൽ കയറിയെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ റസ്മിൻ്റെ പേജസ് ഒന്നും ആക്റ്റീവ് അല്ല, അതിൽ സ്റ്റോറിയും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഒരു ഡീറ്റെയിൽസും സംഭവം ഒന്നും വരുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ റസ്മിൻ മൈൽസ് ടു ഗോ എന്നാണെന്നുണ്ടെങ്കിൽ റസ്മിൻ ബൈ ഫാൻ പേജ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ അത്യാവശ്യം സ്ട്രോങ് ടോക്സിക് ആയിട്ട് തന്നെയാണ് അവരൊക്കെ മുന്നോട്ട് പോയിരുന്നത്. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഷെയ്മിങ് ചെയ്യാനും അവർക്ക് സൈബർ ബുള്ളിങ് ചെയ്യാനും അവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിന്നിരുന്നു. പിന്നെ നമുക്ക് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് റസ്മിനെ എവിടെയൊക്കെ വിമർശിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഏകദേശം ഒരു 10-20ഓളം കമൻറ്റ്സ് ഓരോ വീഡിയോൻ്റെ അടിയിൽ. 20 എന്നൊക്കെ പറഞ്ഞാൽ സ്മോൾ നമ്പർ ആണെങ്കിൽ കൂടി അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജൊക്കെ വളരെ ടോക്സിക് ആയിരുന്നു. അടുത്ത് ഒരു ഇതിൽ പറയുന്നത്, റസ്മിൻ ലെസ്ബിയൻ കാറ്റഗറിയിൽ ഉൾപ്പെടേണ്ട മത്സരാർത്ഥി, ഇവർ കൃത്യമായ വിവരങ്ങൾ നൽകാത്തതിനാൽ കോമണർ കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു, ടീം വ്യക്തമാക്കുന്നു. ടീം പറഞ്ഞു, ബിഗ് ബോസ് ടീം പറഞ്ഞു എന്നാണ് പറയുന്നത്. ജാസ്മിൻ, നോറ, ജിൻഡോ, ഗബ്രി എക്സ്ട്രാ അവസരം നഷ്ടപ്പെട്ട പലരും ഉൾപ്പെടുന്നവരുമായി നേരിട്ടുമല്ലാതെയും റസ്മിൻ പുറത്ത് വെച്ച് സംസാരിച്ചിരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടി വരുന്നുണ്ട്. ബിഗ് ബോസ് പ്രേക്ഷക എന്നതുപോലും തെറ്റായ വിവരം നൽകി അവസരം നേടിയ റസ്മിൻ പുറത്തു വെച്ച് തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ മുന്നിൽ നിന്നിരുന്ന വ്യക്തികളെ നേരിട്ടും ഫോണിലും ബന്ധപ്പെട്ടിരുന്നു. പലരുമായും ഗെയിം പ്ലാൻ ചെയ്തു അകത്ത് തുടരാൻ സത്യമായ അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു. ഇതിനൊക്കെ പുറത്ത് തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്.
അങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിലുള്ള, ഞാൻ ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ ഏത് പേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ രശ്മിൻ പുറത്തേക്കാണ് ഇന്ന റീസൺ കൊണ്ടാണെന്നാണ് ഇപ്പോൾ കിട്ടുന്നത് കേട്ടോ. രശ്മിൻ ഇനി പനി മാറി ഹൗസിലേക്ക് തിരിച്ചു വരുമെന്നുള്ള അറിയില്ല. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാം തികഞ്ഞ ആൾക്കാരായിട്ട് എവിടെയും ആരും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ബിഗ് ബോസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കോമണർ കാറ്റഗറിയിൽ വന്ന വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണ്, ലെസ്ബിയനാണോ ഗേ ആണോ എന്താണോ എന്നുള്ളത്, ബൈസെക്ഷൽ, ഇതൊന്നും നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യമില്ല. കാരണം അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇന്നുള്ളത്. അപ്പോൾ രശ്മി നല്ല രീതിയിൽ കളിച്ചിരുന്ന ഒരു പ്ലെയറാണ്. എന്താണ് അവരുടെ ഫേറ്റ് എന്നുള്ളത് അറിയില്ല. ഇനി ഇതൊക്കെ വെറും കെട്ടുകഥയും ഇവർ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഫാൻ ഫൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണെന്നുള്ള സംഗതി അറിയില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.